ആ 3 സ്ഥലത്തുണ്ട് കുട്ടേ. ഒന്ന് വീട്ടിലുണ്ട് സാധാരണത്തെ പോലെ, പിന്നെ ഒന്ന് ഏട്ടന്റെ അവിടെ തറവാട്ടില് അമ്മയുടെ അടുത്തുണ്ട്, പിന്നെ ഒന്ന് ഇവിടെ നമ്മുടെ വീട്ടിലും ഉണ്ട്. അങ്ങനെ 3 സ്ഥലത്താണ് വോട്ട്. ഓ, നോക്കട്ടെ, ആലോചിച്ചിട്ട് ചെയ്യാം. ആ, ശരി. ആ, ഓക്കെ. അവനക്ക് 3 സ്ഥലത്തൊക്കെ വോട്ടില്ലേ? എനിക്ക് തോന്നുന്നത് അതൊക്കെ സ്ഥലത്തുള്ള നല്ല VIP-കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. എല്ലാവർക്കും ഇല്ല, എനിക്കില്ലല്ലോ. എനിക്കൊരു സ്ഥലത്തല്ലേ വോട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ് അവര് മെയിൻ ആളുകൾക്ക് 3 വോട്ട്. ഈ 3 വോട്ട് തരുന്നത് എന്തിനാ അറിയോ നമുക്ക്? നമ്മുടെ വാർഡിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ട് അറിയോ? 3 ആള്. ആ 3 ആൾക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 വോട്ട് നമുക്ക് തന്നേക്കുന്നത്. ആ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ, നമ്മൾ സ്ഥിരം ചെയ്യണത്, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലത്തെ വോട്ട്. ഫസ്റ്റത്തെ വോട്ട് എന്തിനാ അറിയില്ല. അതിപ്പോ നമുക്ക് ഒരാൾ ജയിച്ച, അയാളും കൂടെ ജയിച്ച കൊള്ളാന്ന് തോന്നുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, അയാൾക്കാണ് 2ാമത്തെ വോട്ട്. പിന്നെ ഉള്ളത് വേറൊരു പാർട്ടി കൂടി ഉണ്ടല്ലോ, വെറുതെ ഒരു വോട്ട് കളയണ്ടല്ലോ, അത് അയാൾക്കും കൂടിയും കൊടുക്കാം. ആ, അങ്ങനെ മനസ്സിലായില്ലേ എനിക്ക്? അപ്പൊ 3 ആൾക്കും വോട്ട് ചെയ്തോട്ടാ. മണ്ടത്തി, അതും വിശ്വസിച്ചു. എന്നെ അങ്ങനെ പറ്റിക്കാന്നൊന്നും ഏട്ടൻ വിചാരിക്കണ്ട. എനിക്കറിയാം ഈ 3 വോട്ട് ഒരു ബൂത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഈ 3 വോട്ടും ചെയ്യണമെങ്കിൽ ഞാൻ ഈ 3 സ്ഥലത്തും പോകണം. ഞാൻ ഈ 3 സ്ഥലത്ത് പോയിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. ഈ വക ഉടായിപ്പൊക്കെ നിങ്ങളെ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ ഇതൊക്കെ അറിയാം. 3 സ്ഥലത്തും പോയി തന്നെ വോട്ട് ചെയ്യണം.